രൂപാന്തരം നൽകും അനുജന പൊതുജനം രക്ഷയേകും വചനം. കൃപമേൽ കൃപ ചൊരിയൂ ദൈവമേ, കൃപയിലെന്നും ജീവിച്ചിടുവാൻ കൃപാസനത്തിൽ വാഴുന്നു നീ. കൃപയേകി ഞങ്ങളെ അനുഗ്രഹിക്കാം. കൃപാസനത്തിൽ വാഴുന്നു നീ. കൃപയേകി ഞങ്ങളെ അനുഗ്രഹിക്കാം. കരുണാദേ സാഗരമേ, പ്രിയനാഥൻ യേശുവേ, വരുന്നിതാ നിൻ സവിധേ, നിൻ മക്കൾ താഴ്മയാൽ. കരുണാദേ സാഗരമേ, പ്രിയനാഥൻ യേശുവേ. ഞാൻ അന്ന് സംസാരിക്കുന്നു തിരുമേനി നല്ല പ്രവർത്തനം ചിന്ത പങ്കുവയ്ക്കുന്നു ഇടപെട്ടക്കാരൻ മനുഷ്യന്മാർ അതിലും തിരുമേനി ഇന്നത്തെ മീറ്റിംഗിന് വന്നു, യുവജനങ്ങളോട് ഇന്ററാക്ട് ചെയ്തു. തിരുമേനി ഇന്ററാക്ട് ചെയ്തപ്പോ ഞങ്ങളെ ഒരു വണ്ടർലാൻഡിലായിരുന്നു ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്ന വരുന്നൊരു കാലഘട്ടം സൂപ്പർ ഇന്ററാക്ഷൻ വേണ്ട വാങ്ങുന്നത്. നമ്മള് ഇതൊന്നും കണ്ണടച്ചിട്ട് കാര്യമില്ല, പ്രതികരിക്കുന്നൊരു കാര്യം കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഈ സൈബർ സിവിലൈസേഷനിലുള്ളവർ ഇല്ലാതാർക്കായിട്ടുണ്ട്. വെർച്വൽ വേൾഡാണ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡാണ് നിശ്ചയം അറിയുക. അപകടമായിട്ട് കാണുന്നു. കാരണം അതിനെ മറികടക്കാനുള്ള സാധ്യത വിയോജനം വരുന്നത് ഏറ്റവും ഞാൻ കാണുന്നത് ദൈവത്തിന്റെ സുഖവും സന്തോഷവും ഇമേജ് മാർക്കിന് ഈ സംഘടനകൾ വളരെ പ്രാധാന്യമില്ല. നമുക്ക് ഇമേജുകളാണ് ഫോൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇമേജാണ് നമ്മൾ എന്നെയല്ല. ഈ ബുദ്ധിയെല്ലാം കപിലമാണ്, ദൈവലോകമല്ല. ഇതാണെങ്കിലും ഇതിനെല്ലാം മറികടക്കുന്ന ഒരു സർവശക്തൻ ഇതിക്കൊണ്ടല്ലോ അറിഞ്ഞിരിക്കാനായിട്ട് ദൈവത്തിന് ബയോളജിക്കൽ ഇമേജ് അത് ബൈബിളിൽ അതുകൊണ്ട് ഇതിനോടൊന്നും ക്രൈസ്തവ സമൂഹം മറന്നിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറിച്ച് ഇതിനെല്ലാം ഉൾക്കൊള്ളുകയും മനസ്സിൽ തിരിച്ചറിയുകയും ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്താണെന്ന് അളക്കേണ്ട അളവുകളും നിയോജനമില്ല. അന്നേരം ശാസ്ത്രത്തിന്റെ മീറ്റർ ഗേജ് കൊണ്ട് ദൈവത്തിന്റെ സിദ്ധി അടക്കാൻ നമുക്ക് കഴിയില്ല. ഇല്ല, കാരണം ഇതൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ആൾക്കാർ. കാരണം ഈ സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം ടൈം സ്പേസിന്റെ ലിമിറ്റേഷൻ, അത് സൈബർ ആയാലും കൊള്ളാം, ഫിസിക്കൽ ആയാലും കൊള്ളാം. ക്രിയേഷൻ അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും മനുഷ്യൻ പരിമിതിയൊന്നും. നമ്മള് വലിയ അദ്ഭുതത്തോടെ തന്നെ നോക്കിക്കാണെങ്കിൽ നാളെ ഇതിന്റെ പരിധി എന്താണെന്ന് കണ്ടെത്തും. മൈഗ്രേഷൻ കോൺടാക്സിനെ കുറിച്ച് അടൂര്